2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മേവറം ഭാഗത്തായിട്ടാണ്. മേവറം ഭാഗത്ത് ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൈൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടുന്ന് കാവനാട് ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പം കുറച്ച് മുമ്പോട്ട് വരുന്നിടത്ത് നമ്മൾ 2 മാസം മുമ്പേ എങ്ങനെയാണോ കണ്ടത് അതേപോലുള്ള മാറ്റമേ ഉള്ളൂ. വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. അടുത്ത ഈ സൈഡിൽ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്ത് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് ആ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പഴയ പോലെ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ. നമ്മൾ പിന്നെ ഇവിടുന്ന് വടക്കോട്ട് പോകും തോറും വർക്ക് ഇങ്ങനെ കുറച്ച് കൂടി വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ ലാലാസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുമ്പിലായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 13 ഗർഡറുകൾ അവിടെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ വീണ്ടും പരിശോധിച്ചപ്പോൾ അതിൽ ഒരെണ്ണം മിസ്സിങ് ആണ്. എനിക്ക് തോന്നിക്കുന്നത് അതിൽ നിന്ന് ഇപ്പം ഈ ഒരു 13 നിർമ്മിച്ചതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് അവർ നേരെ കൊണ്ടുവന്ന് NS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇവിടെ 12 ഉള്ളൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് 13 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇവിടുന്ന് നേരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ശിവാലയ കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള റീച്ചിൽ ശിവാലയ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഒക്ടോബർ മാസത്തിലാണ് വർക്ക് തുടങ്ങിയത്. ഇതുവരെയായിട്ടും 27% മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അതായത് ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടത്തുന്നത് ശിവാലയ കൺസ്ട്രക്ഷനാണ്. എന്നിട്ട് പോലും 27% മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. പിന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് പൂർത്തിയാക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി മാസത്തിലാണ് അത് പൂർത്തിയാക്കേണ്ടത്. നമ്മൾ NS ഹോസ്പിറ്റൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് ലോഡ് മണ്ണും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം NS ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഗർഡറുകൾ ആ ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് ചെയ്തു വരുന്ന പണിയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടത് ഭാഗത്തും ഓടയുടെ നിർമ്മാണം അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് അടിപ്പാത വരുന്നിടത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഗർഡറുകളെടുത്ത് മുകളിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലിങ്ങിൻ്റെ നിർമ്മാണം ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഇവിടെയും ഇടതുഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് ഓടയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് ഇവിടെയും ഒരു റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലിങ്ങിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തും നടക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് പിന്നെ മുമ്പോട്ട് പ്രധാനപ്പെട്ട ആയത്തിൽ ജംഗ്ഷൻ എത്തുന്നിടം വരെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ട് കുറച്ച് ലെങ്കിലൂടെ ഓടയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ലോഡ് മണ്ണും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം കുറച്ച് ആഴത്തിലായിട്ട് മണ്ണെടുത്ത് നീക്കം ചെയ്തിരിക്കുന്നത് കാണാം. കുറച്ച് ബോക്സ് കൾവർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ സ്ലാബ് ഇപ്പം ഇടത്തെ സൈഡിൽ കുറേ അധികം കിടക്കുന്ന ഫ്രിക്ഷൻ സ്ലാബാണ്. അതും ഇതേപോലെ കുറേ നാളായിട്ട് അതവിടെ കിടക്കുകയാണ്. പിന്നെ കുറച്ച് ലെങ്തിലായിട്ട് ഇവിടെ ഇപ്പം വലത്തേ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിട്ട് അവിടെ പിന്നെ കുറച്ച് മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. പിന്നെ നമ്മൾ ആയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 2 തോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തോടിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ട് പൈലിങ് കഴിഞ്ഞതിന് ശേഷം പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം വലതേ സൈഡിലും അതേപോലെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം കാണുന്ന രീതിയിലുള്ള പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ തന്നെയാണ് അടുത്ത ഈ തോടും ക്രോസ് ചെയ്ത് പോകുന്നത്. അവിടെ ഇപ്പോൾ പൈലിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണമാണ് ഇനി കഴിയാനുള്ളത്. അപ്പോൾ വലിയ ഹൈറ്റ് വരാനുള്ള സാധ്യതയില്ല. അത്രയും ഹൈറ്റിലായിട്ടാണ് അവിടെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലെങ്തിലോട്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പം വലത് ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ഒരു മെറ്റിലിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ഈ ഒരു ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് ഓടയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 30ഓളം ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തെ സൈഡിലായിട്ട് പണിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 4 എടുത്തിട്ട് നമ്മളിപ്പം ആയത്തിൽ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ആ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പിയറിൻ്റെ മുകളിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പം ആ ഒരു കടയുടെ മുമ്പിലൊക്കെ ഓടയുടെ നിർമ്മാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് ബോക്സ് കൾവർട്ടും ഇവിടെ ഈ വലതു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലുള്ള പണിയെ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം പ്രധാനമായിട്ട് എടുത്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഒരു 4 ഗർഡറുകൾ എടുത്ത് വെച്ചിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞ്
ആയത്തിൽ ജംഗ്ഷൻ. അതാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വെച്ച് പിന്നെ രണ്ട് സൈഡിലും കുന്നുപോലെ വരുന്ന ഭാഗമായിരുന്നു അവരിപ്പോൾ മണ്ണെടുത്ത് നിരത്തിയെടുത്തതിന് ശേഷം ഇപ്പം ഇടത്തെ സൈഡിൽ മാത്രമായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് മെറ്റലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലുള്ള പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം നമുക്ക് നിലവിൽ പോകുന്ന റോഡ് നല്ല ഉയരത്തിലായിട്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിൽ ജംഗ്ഷനിൽ മുകളിൽ കൂടിയാണ് 6 വരി പാത കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ കയറ്റം കയറിയായിരിക്കും പോകുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും റിട്ടേൺ വാളി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണിയായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഇടത്തെ സൈഡിലായിട്ട്. അപ്പോൾ ആ ഒരു മെർജിങ് പോയിൻ്റ് നമുക്ക് സർവീസ് റോഡിൽ നിന്നും നേരെ 6 വരി പാത കടന്നു പോകുന്ന ആ റോഡിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഇടത്തെ ഭാഗത്തായിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ പ്രധാനപ്പെട്ട 6 വരി പാത കടന്നു പോകുന്ന ഇടത് ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള ടാറിങ് അല്ല, അത് ജസ്റ്റ് ടാറിങ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ മുകളിൽ ഇനി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലെയർ ടാർ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ വലതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ നിരത്തി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 6 വരി പാത കടന്നു പോകുന്ന വലതുഭാഗത്തും മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്ന കാണാൻ പറ്റും. അത്രയും പണി ഈ ഒരു ഭാഗം, അതായത് ആയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുന്താഴം ജംഗ്ഷനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ നിലവിലെ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് റിട്ടേണിംഗ് വാൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഈ ഒരു ഭാഗത്തായിട്ട് പണിയുള്ളൂ. പിന്നെ നമ്മൾ കയറ്റം കയറി ഈ ഒരു കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കയറ്റമാണ്. പുതിയ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നിക്കുന്നത് ഇതുവരെയായിട്ടും അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് റെയിൽവേയിൽ നിന്നും. അപ്പം അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ഇവിടുന്ന് കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ലെവലിലങ്ങ് പോവുകയാണ്. പിന്നെ കല്ലുന്താഴത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ അപ്പുറത്തായിട്ടാണ് മങ്ങാട് ഭാഗത്തായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അത്രയും ഉയരത്തിലായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഇനി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുന്താഴത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം 8 ഗർഡറുകൾ 4 പിയറിൻ്റെ മുകളിലോട്ട് എടുത്തു വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 6 വരി പാതയുടെ വീതിക്ക് വേണ്ടിയിട്ട് രണ്ടിടത്തായിട്ട് തന്നെ ആ ഒരു ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അടുത്ത മങ്ങാട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം മങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കല്ലുന്താഴത്തെ ഈ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്ത് നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മണ്ണിട്ട് നല്ലോണം നിരപ്പാക്കിയിരുന്നൊരു ഭാഗമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു അണ്ടർപാസും കൂടെ ആ ഒരു ഭാഗത്ത് വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും കുറച്ചുകൂടെ ലെങ്തിലായിട്ട് തന്നെ റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് വരുന്ന പണിയുണ്ടായിരുന്നു. അപ്പം കുറച്ച് നാളിന് ശേഷമാണ് ഒരു അനുമതി വന്നത്, ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് അനുമതി വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇപ്പം നല്ലോണം മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം നല്ല താഴ്ചയിൽ നിന്നാണ് ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് റിട്ടേൺ വാൾ ഉയർത്തി മണ്ണിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നിടത്ത് നമ്മൾ ഇവിടെ ഇപ്പം നല്ല ഹൈറ്റിലായിട്ടാണ്. അപ്പം നിലവിൽ നമ്മുടെ ഇപ്പോൾ ഈ റോഡിനേക്കായി നല്ല ഹൈറ്റിലായിട്ടാണ് ഇടത്തെ സൈഡിലായിട്ടാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. അത്രയും പണി ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് മണ്ണ് ഇട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പിന്നെ വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റും കൂടുതൽ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് ഇപ്പം ഈ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ചെറിയ അണ്ടർപാസാണ്. അത്യാവശ്യം നമുക്ക് ബൈക്കും കാര്യങ്ങളുമൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള, എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാറൊന്നും പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ 2 കാർ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി പോകും. അപ്പോൾ അത്രയും പണിയുള്ളൂ. ഇവിടുന്ന് പിന്നെ 6 വരി പാതയുടെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒരു ലെയറും കൂടി ഇനി ഇതിൻ്റെ മുകളിൽ ചെയ്യാനുണ്ട്. ഇവിടുന്ന് നമ്മൾ ഈ ഇപ്പോൾ 6 വരി പാത ഇപ്പോൾ ഈ പണി തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ക്രാഷ് ബാരിയർ 2 ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇവിടെ 2 ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിൽ നിന്ന് നേരെ 6 വരി പാതയിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള മെർജിങ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട 6 വരി പാത കടന്നു പോകുന്ന ഭാഗത്ത് ഇനി ഒരു ലെയറും കൂടി ബാക്കിയുണ്ട്. അത്രയും സ്റ്റെബിലിറ്റി ആയിട്ടില്ല. നമുക്ക് അത്രയും സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോയപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ലെയറും കൂടെ എന്തുമായാലും അതിൻ്റെ മുകളിലുണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ ഇനി സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കാനുണ്ട്. അതൊക്കെയുള്ള പണിയാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 6 വരി പാത കടന്നു പോകുന്നതിൻ്റെ 2 സൈഡിലായിട്ടും വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പണി ഒരുപാട് ബാക്കിയുണ്ട്, പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. നമ്മളിനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങാട് പാലം കയറാൻ പോവുകയാണ്. അപ്പോൾ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ ഒരു 4 ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ മങ്ങാട് പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു വളവ് ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ടായിരുന്നു കൂടുതൽ മെറ്റൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടായിരുന്നു. കൂടുതൽ ലോഡും ഈ ഒരു ഭാഗത്തായിട്ട് അന്ന് നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് അതിന് മുമ്പുള്ള കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ടായിരുന്നു മെറ്റൽ അടിച്ചു കൂട്ടിയിരുന്നത്. അതിപ്പോൾ അവർ വേറെ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കല്ലന്താഴം കഴിഞ്ഞേച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ടല്ലോ, ആ ഒരു അളവിലാണ് ഈ ഒരു ഭാഗത്തെയും അണ്ടർപാസിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ചെറിയൊരു അണ്ടർപാസാണ്, അത്യാവശ്യം ബൈക്കും കാൽനട യാത്രയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അണ്ടർപാസാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് കുറച്ചും കൂടെ കായൽ ഭാഗം നികത്തി എടുത്തിട്ട് പിന്നെ അവിടെ പൈലിംഗ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 800 മീറ്ററാണ് നമ്മുടെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. അപ്പം പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയർ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനുള്ളത്. അപ്പം അത്രയും പണി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ വെച്ചിരിക്കുന്നത് നമുക്കിപ്പം കാണാൻ പറ്റും. ഇനി പെട്ടെന്ന് തന്നെ ആയിരിക്കും ഈ ഒരു ഭാഗത്തെ പണിയൊക്കെ പൂർത്തിയാകുന്നത്. പിയർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മങ്ങാട് കടവൂർ പാലത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 24 പിയറുകളാണ്. അതിൽ 2 എൻഡിലായിട്ട് ഓരോന്നും വീതം 2 അബ്യൂട്ട്മെൻറ്റ് പിയർ വരും. പിന്നെ ബാക്കി 22 എണ്ണം കായലിനകത്തായിരിക്കും വരുന്നത്, വെള്ളത്തിനകത്തുള്ള ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു 6 ഗർഡറുകൾ 2 പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദൂരെ നിന്ന് ആ ഒരു ഗർഡറുകൾ എടുത്ത് നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽ പാളം പോലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു മെഷീൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഗർഡറുകൾ എളുപ്പത്തിൽ കൊണ്ടുവന്ന് 2 പിയർ ക്യാപ്പിൻ്റെ മുകളിൽ എടുത്ത് വെക്കുന്ന രീതി പണിയൊക്കെ ഇനി എളുപ്പമാവും. പിന്നെ നമ്മൾ കടവൂർ സിഗ്നൽ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്ത് ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് താഴ്ചയുള്ള ഭാഗമാണ് ഇടത്തെ സൈഡിൽ. അപ്പം ആ ഇടത്തെ സൈഡിൽ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഇടത്തെ സൈഡ് പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗവും മെറ്റലിട്ട് കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായി വരുന്നുണ്ട്. വലതുഭാഗത്ത് അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ വാൾ നിർമ്മിച്ചിട്ട് വലതുഭാഗത്തും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയും സർവീസ് റോഡ് ഉണ്ടാവും, വലതുഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാവും. അതേപോലെ തന്നെ അടിയിൽ കൂടെ ഉള്ള കലിങ്ങിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ കടവൂർ സിഗ്നലിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ 3 ഇടത്തായിട്ട് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് 3 ഇടത്തായിട്ട് തന്നെ പൈലിംഗ് ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടും 3 ഇടത്തായിട്ട് തന്നെ പിയറിൻ്റെ ഘട്ടത്തിലോട്ടും എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റോഡിൻ്റെ ഒരു ഭാഗത്ത് പൈൽ ചെയ്യാനുള്ള ഭാഗത്തായിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പൈൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ഒരു 4 ഗർഡറുകളുടെ പണി ആണ് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് നീരാവിൽ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 4 ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് തോന്നിക്കുന്ന കടവൂരിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്ക് ഇനി പണിയാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും ഒക്കെ ഇനി ഒന്നുകൂടെ നിരത്തിയെടുക്കാനൊക്കെയുള്ള പണികളുണ്ട്. പിന്നെ നമ്മൾ നീരാവിൽ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് സൈഡിലായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ഗർഡറുകളും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നീരാവിൽ പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പണി കഴിഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ പിന്നെ നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗത്തിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇപ്പം നമ്മുടെ നിലവിലെ റോഡ് കടന്നു പോകുന്നതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 4 പിയറുകളാണ്, 2 അബ്യൂട്ട്മെൻറ്റ് പിയർ അടക്കം 4 പിയറുകളാണ് ഇപ്പം നീരാവിൽ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ 2 എണ്ണം വെള്ളത്തിനകത്തായിട്ടാണ്. അപ്പം അതിൻ്റെ മുകളിലെല്ലാം തന്നെ ഗർഡറുകൾ ഉയർത്തി എടുത്ത് വെച്ചിട്ട് ഇപ്പം ടോപ്പ് കോൺക്രീറ്റിൻ്റെ പണി ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇടത്തെ സൈഡിലായിട്ട് ഈ അബ്യൂട്ട്മെൻറ്റ് പിയറിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ റിട്ടേൺ വാൾ ഉയർത്തിയിട്ട് പിന്നെ ഇടത് ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പണിയാണ് വരാനുള്ളത്. ഇവിടെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും 6 വരിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് തന്നെ ഒരു മെർജിങ് പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ടല്ല, മെയിൻ റോഡിൽ നിന്ന് നേരെ സർവീസ് റോഡിലോട്ട് കയറുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് നമ്മൾ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇപ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം റിട്ടേൺ വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ. ഇപ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡും പിന്നെ അടിയിൽ കൂടി ഒരു പാതയുണ്ട്, അടിയിൽ കൂടി ഒരു അണ്ടർപാസാണിത്. അപ്പം അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പണി ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് വരുന്നിടത്ത് ഇപ്പോൾ 2 സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പിന്നെ ഒരു ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. അപ്പം
അതിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന ഭിത്തിയുടെ കോൺക്രീറ്റൊക്കെ കുറച്ച് ലെവലിൽ കഴിഞ്ഞിട്ടുള്ളൂ, അത്രയും പണിയേ നടക്കുന്നുള്ളൂ. പിന്നെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലുമായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ നിരത്തുന്ന പണിയും പിന്നെ റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇറക്കി വെച്ചിരിക്കുന്ന പണിയൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കുറേ നാളിന് മുമ്പ് തന്നെ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിപ്പം നമുക്കിപ്പോൾ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഈ ഒരു ഘട്ടത്തിലോട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തായിരുന്നു ടോൾ പ്ലാസ എല്ലാം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ടോൾ പ്ലാസ എത്തുന്ന ഭാഗത്ത് മുഴുവനും കോൺക്രീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഇപ്പം പൊട്ടിച്ച് കളയുന്ന പണിയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. ഇപ്പം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് നമുക്കിപ്പം ഇടത് ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ആ ഒരു മെഷീൻ ഉപയോഗിച്ച് ഹിറ്റാച്ചി മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് നടക്കുന്നത്. പൊട്ടിച്ച് എല്ലാം ഇളകിയാണ്ട് ഇപ്പോൾ ഈ കാണുന്നിടത്തായിരുന്നു ടോൾ പ്ലാസ ഉള്ളത്. ടോൾ പ്ലാസ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ്, കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ടും വലതുഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട 6 വരി പാതയുടെ രണ്ട് എൻഡിലും വരുന്ന ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്ന മീഡിയൻ്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ടാറിങ്ങൊക്കെ ബാക്കിയുണ്ട്. ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിൽ ഇവിടെയും ഉണ്ടാവും. നമ്മളിനി നേരെ വരുന്നത് പുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അവിടെയാണ് അടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം വരുമ്പോൾ തന്നെ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് തന്നെ ഒരു ഗർഡറിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ ഒരു 4 ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് നാളിന് മുമ്പ് എനിക്ക് ഒതുക്കിയിട്ടിരിക്കുന്നതാണ്. അതായത് പുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാഹനങ്ങളൊക്കെ എന്തെങ്കിലും വണ്ടിയൊക്കെ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഇടത്തെ സൈഡിൽ കുറച്ച് നാളിന് മുമ്പേ ഇടത്തെ സൈഡിലായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഇവിടെ 2 അടുത്തായിട്ട് തന്നെ പൈലിങ് കഴിഞ്ഞിട്ട് പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പിയറിൻ്റെ ഘട്ടം കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ പണിയാണ് ഈ 2 എണ്ണത്തിനകത്ത് ഇനി പണിയാനുള്ളത്. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പൈൽ ഡ്രില്ലിങ് മെഷീൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പൈലിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈലിങ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഉടൻ തന്നെ പൈലിങ് വർക്കുകൾ പിയർ ക്യാപ്പിൻ്റെ ഒക്കെ വർക്ക് ഉടൻ തന്നെ ഫിനിഷ് ആകുമെന്നാണ് കരുതുന്നത്. ഇനി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഡറുകളെടുത്ത് മുകളിലേക്ക് വെക്കുന്ന പണിയാണ്. ഇവിടെ ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം കുറച്ച് ഗർഡറുകളെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗത്തേക്ക് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ പെട്ടെന്ന് തന്നെയാണ് കഴിഞ്ഞത്. പിന്നെ ഇപ്പം ഗർഡറുകളെടുത്ത് വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് പണിയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒരു 4 പിയർ ക്യാപ്പിൻ്റെ മുകളിലോട്ടൊരു 12ഓളം ഗർഡറുകൾ എടുത്ത് വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിലവിലെ പാലത്തിനോട് ചേർന്ന് ആ ഒരു ഹൈറ്റിലായിട്ടായിരിക്കും പുതിയ പാലവും വരുന്നത്. അപ്പോൾ ഇത്രയും പണി ഈ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇനി ഒരു പിയറും കൂടി ഇനി പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്താനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനി അവസാന ഘട്ടത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അവർ ആദ്യമേ അത് ചെയ്ത് തീർത്തേനെ. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പുരീപ്പുഴ കാവനാട് പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്നത്. മറ്റു പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ തുടങ്ങിയിട്ടില്ല. വലതു ഭാഗത്തായിട്ട് കുറച്ച് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവനാട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് 4 തൂണുകൾക്ക് മുകളിലായിട്ട് തന്നെ 8 ഗർഡറുകൾ വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ സ്ലോപ്പായിട്ടാണ് നമുക്കിപ്പോൾ ഈ ടോപ്പ് കോൺക്രീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെറിയൊരു വളവാണ്, നമ്മൾ നീണ്ടര ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഒരു വളവാണ്. അപ്പോൾ ഒരു വളവ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു സ്ലോപ്പിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ് ഇതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.